ഹലോ നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കൊണ്ടിരുന്നു. ഇതുവരെ PSC ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുകയാണ് ഈ ക്ലാസ്സിലെ. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഇന്ത്യയിലെ ദേശീയ ജലപാതകൾ, ജലപാത, ദൂരം, മേഖല, ജലാശയം എന്നിവയാണ്. അപ്പോൾ NW1 അലഹബാദ് ടു ഹാൽഡിയ ഗംഗാ നദി, NW2 സാദിയ ടു ധുബ്രി ബ്രഹ്മപുത്ര, NW3 കോട്ടപ്പുറം എറണാകുളം ടു കൊല്ലം വെസ്റ്റ് കോസ്റ്റ് കനാൽ, NW4 കാക്കിനഡ ടു പുതുച്ചേരി ഗോദാവരി കൃഷ്ണ, NW5 ബ്രാഹ്മണി നദി മഹാനദി ഡെൽറ്റകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഈസ്റ്റ് കോസ്റ്റ് കനാൽ, NW6 ലക്കിപ്പൂർ ടു ബാങ്ക ബറാക്ക് നദി, NW6ൻ്റെ മറ്റൊരു പേരാണ് താൽച്ചർ ദാംറ. നോക്കി ഇതെങ്ങനെയാണ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നത് നോക്കാം. NW1ഉം 2ഉം 3ഉം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ NW6ൻ്റെ മറ്റൊരു പേരെന്താണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം അതെങ്ങനെയാണ് നമുക്ക് ഓർത്തിരിക്കാൻ നോക്കാം. NW1 ആഹാ അലഹബാദ് ടു ഹാൽഡിയ, ആഹാ അലഹബാദ് ടു ഹാൽഡിയ. NW2 സാധു സാദിയ ടു ധുബ്രി, സാധു സാദിയ ടു ധുബ്രി. അപ്പം ആഹാ സാധു, ആഹാ സാധു. അപ്പോൾ 1ഉം 2ഉം കിട്ടിയില്ലേ? ധുബ്രി, ആഹാ സാദിയ ടു ധുബ്രി. ഓക്കെ. NW3 കൊല്ലം ടു കോട്ടപ്പുറം. നേരത്തെ കൊല്ലം ടു കോട്ടപ്പുറം ആയിരുന്നു, ഇപ്പോഴെങ്ങനെയാണ്? കൊല്ലം ടു കോഴിക്കോട്. ഓക്കെ. അപ്പോൾ 3 കിട്ടി. ആഹാ ഹാൽഡിയ, ആഹാ അലഹബാദ് ടു ഹാൽഡിയ, സാധു സാദിയ ടു ധുബ്രി. ഇപ്പം കൊല്ലം ടു കോഴിക്കോടാണ് NW3 ഉള്ളത് അല്ലേ? അപ്പം നോക്കാം. NW6 എന്താണ്? ലക്കിപ്പൂർ ബാങ്ക ബറാക്ക് നദി, ലക്കിപ്പൂർ ബാങ്ക ബറാക്ക് നദി. അതിൻ്റെ മറ്റൊരു പേരാണ് താൽച്ചർ ദാംറ. അപ്പോൾ NW4 എന്താണ്? കാക്കിനഡ ടു പുതുച്ചേരി, കാക്കിനഡ ടു പുതുച്ചേരി NW4 ആണ്. അപ്പോൾ NW5 എന്താണ്? മഹാനദി ഡെൽറ്റകളെയും ബ്രാഹ്മണി നദിയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഡെൽറ്റ എന്ന് പറയുന്നത് അതിൻ്റെ സിമ്പൽ ഓർക്കുണ്ടോ? ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ചെറിയ സിമ്പലാണ് അല്ലേ, ഡെൽറ്റ. അപ്പോൾ അത് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? NW5 കിട്ടും. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നോക്കാം. ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്താണ്? ഹാൽഡിയ തുറമുഖം ഏത് സംസ്ഥാനത്തിലാണ്? നോക്കാം. ഹാൽഡിയ തുറമുഖം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ ഭാഗമാണ്. ഹാൽഡിയ തുറമുഖം കൊൽക്കത്ത തുറമുഖത്തിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത. ഇന്ത്യയിലെ നദീജന്യ തുറമുഖമാണ് കൊൽക്കത്ത. കൊൽക്കത്ത തുറമുഖം ഹൂഗ്ലി നദീതീരത്താണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹൂഗ്ലി നദീതീരത്താണ് കൊൽക്കത്ത തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ 13 പ്രധാന തുറമുഖങ്ങളും 190ഓളം ചെറുകിട തുറമുഖങ്ങളും ഉണ്ട്. ഇന്ത്യയിൽ 13 പ്രധാന തുറമുഖങ്ങളും 190ഓളം ചെറുകിട തുറമുഖങ്ങളുമുണ്ട്. പ്രധാന തുറമുഖങ്ങളുടെ ചുമതല കേന്ദ്ര സർക്കാരിനും ചെറുകിട തുറമുഖങ്ങളുടെ ചുമതല സംസ്ഥാന സർക്കാരിനുമാണ്. പ്രധാന തുറമുഖങ്ങളുടെ ചുമതല കേന്ദ്ര സർക്കാരിനും ചെറുകിട തുറമുഖങ്ങളുടെ ചുമതല സംസ്ഥാന സർക്കാരിനുമാണ്. ഏറ്റവും കൂടുതൽ പ്രധാന തുറമുഖങ്ങളുള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ഏറ്റവും കൂടുതൽ പ്രധാന തുറമുഖങ്ങൾ എവിടെയാണ്? തമിഴ്നാടാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം മഹാരാഷ്ട്ര. എത്ര തുറമുഖങ്ങളാണ് നിലവിലുള്ളത്? 53 തുറമുഖങ്ങൾ. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഇന്ത്യയിൽ നിന്നും പ്രധാനമായും ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്ന തുറമുഖമാണ് മർമഗോവ. ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖമാണ് കാൺല, ഗുജറാത്ത്. ഇന്ത്യയിലെ വേലിയേറ്റ തുറമുഖമാണ് കാൺല, ഗുജറാത്ത്. ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖം എണ്ണൂർ, തമിഴ്നാട്. ഇന്ത്യയിലെ പരിസ്ഥിതി സൗഹൃദ തുറമുഖമാണ് എണ്ണൂർ, തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖമാണ് വിശാഖപട്ടണം. ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖമാണ് വിശാഖപട്ടണം. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമാണ് പിപ്പാവാവ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖമാണ് പിപ്പാവാവ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖമാണ് മുദ്ര, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏതാണ്? മുദ്ര, ഗുജറാത്ത്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം പിപ്പാവാവാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ തുറമുഖം വിശാഖപട്ടണമാണ്. പരിസ്ഥിതി സൗഹൃദ തുറമുഖം എണ്ണൂറാണ്. വേലിയേറ്റ തുറമുഖം കാൺലയാണ്. ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് മർമഗോവ. ഓക്കെ, കിട്ടിയില്ലേ?
നോക്കാം. കാണ്ഡ്ല സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്താണ്. കാണ്ഡ്ല തുറമുഖം ഗുജറാത്ത്. നവശേവ മുംബൈ, മർമഗോവ ഗോവ, പാരാദ്വീപ് ഒഡീഷ, ന്യൂ മാംഗ്ലൂർ മംഗലാപുരം കർണാടക. കാണ്ഡ്ല ഗുജറാത്ത്, നവശേവ മുംബൈ, മർമഗോവ ഗോവ, പാരദ്വീപ് ഒഡീഷ, ന്യൂ മാംഗ്ലൂർ മംഗലാപുരം കർണാടക. നോക്കാം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെ സ്ഥിതി ചെയ്യുന്നു? നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. എവിടെയാണ്? കൊൽക്കത്ത. ഇന്ദിരാഗാന്ധി അന്തർദേശീയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹി. ഇന്ദിരാഗാന്ധി അന്തർദേശീയ വിമാനത്താവളം ന്യൂഡൽഹി. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈ. ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളം മുംബൈ, മഹാരാഷ്ട്ര. തെക്കൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഛത്രപതി ശിവജി വിമാനത്താവളം. തെക്കൻ ഏഷ്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ഛത്രപതി ശിവജി വിമാനത്താവളം. സീറോ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ്. സീറോ വിമാനത്താവളം എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. വീർ സവർക്കർ പോർട്ട് ബ്ലെയർ, ആൻഡമാൻ. വീർ സവർക്കർ വിമാനത്താവളം എവിടെയാണ്? പോർട്ട് ബ്ലെയർ, ആൻഡമാൻ. ലോകപ്രിയ ഗോപിനാഥ് ബർദോളി, ഗുവാഹത്തി, അസം. ലോകപ്രിയ ഗോപിനാഥ് ബർദോളി, ഗുവാഹത്തി, അസം. ലോക് നായക് ജയപ്രകാശ് നാരായൺ, പാട്ന, ബീഹാർ. ലോക് നായക് ജയപ്രകാശ് നാരായൺ, പാട്ന, ബീഹാർ. ബിജു പട്നായിക്, ഭുവനേശ്വർ, ഒഡീഷ. ബിജു പട്നായിക്, ഭുവനേശ്വർ, ഒഡീഷ. രാജ ഝാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃതസർ, പഞ്ചാബ്. രാജ ഝാൻസി അന്താരാഷ്ട്ര വിമാനത്താവളം അമൃതസർ, പഞ്ചാബ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക. ലോകത്തെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യ. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങളുള്ള രാജ്യം ഇന്തോനേഷ്യ. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് അയാട്ട. വിമാനത്താവളങ്ങൾക്ക് കോഡ് നൽകുന്ന അന്താരാഷ്ട്ര ഏജൻസി ഏതാണ്? അയാട്ട. അയാട്ട എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. അയാട്ടയുടെ ആസ്ഥാനം കാനഡയിലെ മോൺട്രിയാൽ. അയാട്ടയുടെ ആസ്ഥാനം കാനഡയിലെ മോൺട്രിയാൽ. ലോകത്തെ ഏറ്റവും വലിയ വിമാനത്താവളമാണ് കിങ് ഫഹദ്. സൗദി അറേബ്യയിലെ കിങ് ഫഹദ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം. ഹീത്രൂ വിമാനത്താവളം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ലണ്ടൻ. ഹീത്രൂ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ.